നമ്മുടെ വീടിൻ്റെ ഗൃഹനിർമ്മാണത്തിന് ആവശ്യമായ ടൈലുകൾ വ്യത്യസ്തമായ രീതിയിലും വ്യത്യസ്തമായ സൈസുകളിലും വിലക്കുറവ് ലഭിക്കുവാൻ സമീപിക്കുക. പെട്ര ടൈൽസ്, ചുങ്കപ്ലാവ്, വല്ലപ്പുഴ. ഒരുപാട് വിപുലമായ ശേഖരമാണുള്ളത്. അതുപോലെ വില 20 രൂപയിൽ നിന്ന് തുടങ്ങി 100 രൂപ വരെ എത്തുന്ന ഒട്ടനവധി ടൈലുകളുടെ ശേഖരം തന്നെ വല്ലപ്പുഴയിൽ ഒരുക്കിയിട്ടുണ്ട്. പെട്ര ടൈൽസ് വെർട്ടിക്കൽ ടൈലുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടുണ്ട്. വല്ലപ്പുഴയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 20 രൂപ മുതൽ 100 രൂപ വരെയുള്ള പല രീതിയിലുള്ള പ്രീമിയം ടൈൽസുകളും ഇവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ സാധാരണക്കാർ ചെറിയ പൊട്ടുകൾ, ചെറിയ ഡാമേജുള്ള ടൈലുകളെല്ലാം നമുക്ക് ഇവിടുന്ന് ചുരുങ്ങിയ ലെവലിൽ നമുക്ക് തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരുപാട് സ്റ്റോക്കുണ്ട്. നേരിട്ട് കണ്ടെയ്നറുകൾ നേരിട്ട് കൊണ്ടുവരികയാണ്. അതാണ് ഇവർക്ക് ഇത്ര വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നത്. ഒട്ടനവധി പലതരം ഡിസൈനുകൾ. വലിയൊരു ശേഖരം തന്നെയാണ്, കുറച്ചൊന്നുമല്ല. നമ്മൾ പാലക്കാട് ജില്ലയിൽ തന്നെ ഇത്രയും കൂടുതലുള്ളത് വേറെ എവിടെയും ഉണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ നല്ല പുറത്തൊക്കെ 68 രൂപ 70 രൂപ വരുന്ന സ്ക്വയർ ഫീറ്റ് വരുന്ന ടൈലുകൾ പോലും ഇവിടെ കുറഞ്ഞ വിലയ്ക്കാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വലിയ ശേഖരം തന്നെയാണ് ഇത്. വീട് വെക്കാൻ ആളുകൾക്ക് വന്ന് നോക്കിയിട്ട് നല്ല വിലക്കുറവുണ്ട്. കുറച്ചൊന്നുമല്ല, നമ്മൾ പുറത്ത് കടകളിൽ പോയി എടുക്കുന്നതിനേക്കാളും വലിയൊരു ഗോഡൗൺ തന്നെയാണ് ഇവിടെ. കണ്ടെയ്നർ ഡയറക്റ്റ് വന്നിട്ട് ഇറക്കുന്നത് കണ്ടില്ലേ. അതുപോലെ എല്ലാം ഒന്നിച്ച് ലാട്ട് കണക്കിനാണ് വന്നിറങ്ങുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും വില കുറച്ച് കൊടുക്കാൻ കഴിയുന്നത്. നമുക്കതിൻ്റെ ഉടമസ്ഥനുണ്ട്. ഉടമസ്ഥനോട് തന്നെ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഒരുപാട് ഏരിയയാണ് ഇത്. കുറച്ചായിട്ടുള്ളൂ, ഇനിയും വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ടൈലുകൾ ഇവിടെ തന്നെ നിറച്ച് പല ടൈലുകൾ, പല രീതിയിൽ, പല ഡിസൈന്. ഇന്ന് വേണ്ട ഇത്രയും വലിയൊരു ശേഖരം പാലക്കാട് തന്നെ ഉണ്ടാവുമെന്നൊരു സംശയമാണ്. ഇതിനകത്ത് മുഴുവൻ ടൈലുകളാണ്. കണ്ണെത്താത്ത അത്രയും ഏരിയയിൽ മുഴുവൻ തന്നെ ടൈൽസിൻ്റെ ശേഖരമുണ്ട്. അതുകൊണ്ട് നിങ്ങളിത് എങ്ങനെ ഇത്രയും വിലക്കുറവിൽ കൊടുക്കാനുള്ള എന്തുകൊണ്ട് കൊടുക്കുന്നത്? ഞങ്ങൾക്ക് വിലക്കുറവിൽ കൊടുക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ വാടകയില്ല, പണിക്കാരില്ല, ഒക്കെ ഞങ്ങൾ തന്നെ. വിദേശത്തായിരുന്നു, അവിടെ നിന്നുള്ള സമ്പാദ്യം കൊണ്ടാണ് നമുക്ക് സ്വയമായിട്ടൊരു സംരംഭം തുടങ്ങാനുള്ള പരിപാടി. അതെ. അത് ശരി, നല്ല കാര്യം. അത് തന്നെയാണ്. അങ്ങനെ നിങ്ങളുടെ കടയുടെ എന്താ അതിൻ്റെ പേര് പറഞ്ഞത്? പെട്ര ടൈൽസ്. അത് നമ്മളവിടെ ഒരു കണക്റ്റഡ് ഒരു ഫാക്ടറിയുടെ ഒരു കമ്പനിയുടെ ഒരു പേരാണ്. കമ്പനിയുടെ പേരാണ് നിങ്ങളും ഇട്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫാക്ടറിയിൽ നിന്ന് വരുന്ന ആ റേറ്റിൽ നമുക്ക് ചെറിയ വിലയ്ക്ക് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ മാത്രമേ വരുന്നുള്ളൂ. ഇടയിൽ ഇറക്കി കയറ്റുന്ന ഒരു പ്രശ്നം വരുന്നില്ല. ഒരൊറ്റ ലോഡിങ് ആൻഡ് അൺലോഡിങ്ങേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടും കൂടി നമുക്ക് കുറച്ച് ലാഭത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഹെവി ലോട്ട് അവിടുന്ന് എടുക്കും. അപ്പോൾ നമ്മൾ റെഡി ക്യാഷ് കൊടുത്തിട്ട് ബാർഗെയിൻ ചെയ്താണ് അവിടുന്ന് പർച്ചേസ് ചെയ്യുന്നത്. അതെ, ഇവിടുന്ന് വിളിച്ചു പറഞ്ഞ് ഓർഡർ കൊടുത്തിട്ട് എടുക്കലല്ല. അപ്പോൾ നമ്മൾ പല കമ്പനിയിലും കയറി ഇറങ്ങിയിട്ട് നമുക്ക് പറ്റിയത് വില ബാക്കിലെല്ലാം പാടെ. പിന്നെ ക്യാഷ് റെഡി ആയതുകൊണ്ട് എവിടെ നമുക്ക് കയറിയിട്ട് ബാർഗെയിൻ ചെയ്യാം. അത് ചെയ്തിട്ട് വാങ്ങും. പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ മാതിരി നമുക്കിത് വാടകയല്ല, ഇത് നമ്മുടെയാണ്. പിന്നെ പണിക്കാർ ആരെങ്കിലും ഇതേമാതിരി ലോഡ് കയറ്റുണ്ടെങ്കിൽ ആളെ വിളിക്കും. അതില്ലെങ്കിൽ ഞങ്ങൾ 2-3 ഇവിടെ ഉണ്ടാവും. ഞങ്ങൾ വീട് തൊട്ട് തന്നെയാണ് ചായ പിടിക്കണ്ട, ചോറ് കഴിക്കണ്ട, ഒക്കെ എല്ലാം എന്ന് പറഞ്ഞാൽ ഈ മിസ്ലേനിയസ് എക്സ്പെൻസ് ഉണ്ടല്ലോ, അതെല്ലാം അഡ്ജസ്റ്റ് ഒന്നും വരാതെ ഞങ്ങൾ കടിച്ചു പിടിച്ച് ആൾക്കാർക്ക് ആ ലാഭം മുഴുവൻ തന്നെ കസ്റ്റമേഴ്സിന്, വാങ്ങുന്ന ആളുകൾക്ക് കൊടുക്കുകയാണ്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന നിശ്ചിതമായ കുറഞ്ഞ ലാഭം എടുത്തുകൊണ്ട് നിങ്ങൾ ആളുകൾക്ക് ലാഭം കൊടുത്തുകൊണ്ട് അതാണ് നിങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ കൂടുതൽ വിപണനം ചെയ്യുക എന്നുള്ളതാണ് മെയിൻ. അതെ. കുറഞ്ഞ ലാഭം കുറഞ്ഞ് പിന്നെ കൂടുതൽ വ്യാപാരം കൂടുതൽ കൂട്ടുക. ഇത് ജനങ്ങൾക്ക് വലിയ സൗകര്യമാണ്. എന്നാൽ അവർക്ക് ഈ ടൈൽസിൻ്റെ ഭാഗത്ത് ഇപ്പോൾ 68-70 രൂപ ഉള്ള ഭാഗങ്ങൾ നമുക്ക് 20 രൂപ മുതൽ എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു അത്ഭുതമല്ല. ഇപ്പം 484 മാർക്കറ്റിൽ റേറ്റ് 125 മുതൽ എബവ് 125 ആണ്. അതെ, നമ്മളത് 45 റുപ്യക്ക് ഇനി ഒരാൾ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അതിലും കുറച്ചും നമുക്ക് കൊടുക്കാൻ കഴിയും. അതെ. അപ്പോൾ നമുക്കിപ്പോൾ 1 ലക്ഷം വലിയ സ്ക്വയർ ഫീറ്റ് വന്നാലും നമുക്ക് ടൈം പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ എത്തിച്ചു കൊടുക്കാം. നമ്മുടെ അടുത്ത് ഉണ്ടാവും, സ്റ്റോക്ക് ഉണ്ടല്ലേ? സ്റ്റോക്ക് ഉണ്ട്. അല്ലെങ്കിൽ എത്തിച്ചു കൊടുക്കാം. എത്രയും കൂടുതലുണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചു തരും. നിങ്ങൾക്ക് വലിയ ബൾക്ക് ഓർഡറൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ട് സെലക്ട് ചെയ്ത് സൈറ്റിൽ ഇറക്കി കൊടുക്കും. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇവിടെ നമുക്ക് അൺലോഡിങ് ലോഡിങ് ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ ഈ പാർട്ടിക്ക് അതിപ്പോൾ നമ്മൾ ഷെയർ ചെയ്യാൻ നിൽക്കില്ല. നമ്മുടെ ലിമിറ്റഡ് പ്രോഫിറ്റ് ഉണ്ടല്ലോ, അതിന്റെ മുകളിൽ എന്ത് മെച്ചം വരുന്നുണ്ടെങ്കിൽ അത്
പർച്ചേസ് ചെയ്യുന്ന പാർട്ടിക്ക് നമ്മൾ കൊടുക്കും. ഡിവൈഡേഷൻ അതിലില്ല, അത് മുഴുവൻ അവർക്ക് തന്നെ കൊടുക്കും. ചാലക്കുടി ഒരു കണ്ടെയ്നർ മൊത്തമായിട്ട് അവർ വേണമെന്ന് പറഞ്ഞ് എടുത്തു. നമ്മൾ ഇതിൻ്റെ എല്ലാം ഇവിടെ വിൽക്കണേക്കാ അതിനുള്ള അവിടുത്തെ ട്രാൻസ്പോർട്ടേഷനും പിന്നെ ലേബർ ചാർജ്, ഇറക്കൂലി കയറ്റൂലി ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ അവരോട് പറഞ്ഞ് നിങ്ങൾക്ക് ഞങ്ങൾ പകച്ചു തരാം. അവരെ പറഞ്ഞ അവിടെ ഒരു കണ്ടെയ്നർ നേരിട്ട് ഇറക്കി കുറച്ച് മുമ്പ് ഇറക്കി. ഇപ്പൊ സാധാരണ ചെറിയ ആളുകളാക്കി വന്നാൽ കൂടി നമ്മൾ അവരെ സാമ്പത്തിക പരിധിയിലുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കാൻ കഴിയും. അതൊക്കെ ചെയ്യും, ചെയ്തു കൊടുക്കും. പിന്നെ ഊട്ടി, കോയമ്പത്തൂര്, അതേമാതിരി കോഴിക്കോട് ഈ ഭാഗങ്ങൾക്കൊക്കെ ഇവിടുന്ന് ടൈല് കൊണ്ടുപോകലുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന നമുക്ക് താമരശ്ശേരിക്ക് ഇപ്പോൾ ഒരു 10,000 സ്ക്വയർ ഫീറ്റ് 3 സൈറ്റുകൾ പോയിട്ടില്ല. അത് ശരി, ഓക്കെ. അപ്പോൾ അത് അവരിപ്പോൾ ഈ പറഞ്ഞ രാജ്യത്തെ സ്ഥലങ്ങളിലൊക്കെ പിന്നെ അവർക്ക് ബിൽഡിങ്ങിനാണ് എക്കണോമിക്കലി ബിൽഡിങ്ങിനാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഉള്ള ഇതൊക്കെ അന്വേഷിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ താമരശ്ശേരിയിൽ നിന്നും കോഴിക്കോട്ടിൽ നിന്നും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ലാഭം ഉണ്ടാവുകൊണ്ടാണ് ആളുകൾ വരുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ആയാലും നമുക്ക് വലിയ സമ്പാദിച്ച് കൂട്ടാന്നുള്ളതല്ല, സാധാരണക്കാർക്ക് ഉപകാരം ഉണ്ടാവണം. നമുക്ക് ഒരു ഐറ്റം ഈ നാട്ടിൽ പരിചയപ്പെടുത്തിയതാ പട്ടാമ്പിയിൽ, വല്ലപ്പുഴയിൽ.